എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Hobbies Diaper. Sky Wave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഫുൾ A+ ആണോ എങ്കിൽ ഞങ്ങളുണ്ട് കൂടെ. റോക്ക്വാൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏദൻ ഗാർഡൻ. പണപ്പൊയിൽ കൊമ്പൻകല്ല് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 8ാമത് പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അരീപ്പുറത്ത് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കുന്നത്. പണപ്പൊയിൽ കൊമ്പൻകല്ല് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 8ാമത് പ്രതിഷ്ഠാദിന മഹോത്സവത്തിനാണ് ഭക്തിസാന്ദ്രമായ തുടക്കമായത്. 2 ദിവസങ്ങളായി നടക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവത്തിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുക്കുന്നത്. ചരിത്രമുറങ്ങുന്ന കുറുവൻപുഴയുടെ തീരത്താണ് നൂറ്റാണ്ടുകളുടെ കാലപ്പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്ന ശിവക്ഷേത്രമുള്ളത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ശിവക്ഷേത്രം ഉണ്ടായിരുന്നതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 2018 കൊമ്പൻകല്ല് ശ്രീ മഹാദേവ ക്ഷേത്രം പുനഃപ്രതിഷ്ഠ നടത്തിയതെന്ന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അരീപ്പുറത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു. നിലമ്പൂർ കാടുകൾക്കുള്ളിൽ ജനവാസം ഉണ്ടായിരുന്നുള്ളതിൻ്റെ ഒരു വലിയൊരു തെളിവാണ് ഈ ഒരു പരിവാര പ്രതിഷ്ഠയോടൊക്കെ കൂടിയിട്ടുള്ള ക്ഷേത്രമായിരുന്നു. ഇവിടെ എന്തോ ഒരു പ്രകൃതിക്ഷോഭത്തിൽ നശിപ്പിക്കപ്പെട്ട് പോയിട്ടുള്ളതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഈ ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഒത്തുകൂടി കണ്ട കരിങ്കല്ലിൻ്റെ ഇതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കണ്ട് അതിൽ നിന്ന് രാശി ചിന്തകളൊക്കെ നടത്തി 2010 ആ കാലഘട്ടങ്ങളിലാണ് അവർ പുനരുദ്ധാരണമായിട്ട് തുടങ്ങിയത്. 2018 അതിൻ്റെ ആദ്യഘട്ടമായിട്ടുള്ള പിന്നെ ശിവലിംഗ പ്രതിഷ്ഠയും ശ്രീകോവിൽ നന്നാക്കി ശിവലിംഗ പ്രതിഷ്ഠയും ഇതൊക്കെ കാര്യങ്ങളൊക്കെ നടത്തി. പിന്നെ ഇപ്പം ഈ 8 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു 2ാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് പരിവാര പ്രതിഷ്ഠകളൊക്കെ നടത്തി വലിയ ബലിക്കല്ല് നാളെ പ്രതിഷ്ഠിക്കാൻ പോവുകയാണ് ഈ 8ാമത്തെ വർഷം കൊണ്ട്. ഈ ജനങ്ങൾക്ക് സഹകരണവും പിന്നെ അവർ പുറത്തുനിന്ന് പല പരിചയപ്പെട്ട ആൾക്കാരെ അടുത്തു നിന്നുള്ള സഹകരണം കൊണ്ടും വളരെ വേഗത്തിൽ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തികൾ നടന്നത്. നമുക്കൊന്നും പിന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു വേഗത്തിൽ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തികൾ പോണത്. പ്രളയത്തിലോ പ്രകൃതി ദുരന്തങ്ങളിലോ പഴയ ക്ഷേത്രം ഇല്ലാതായെന്നാണ് വിശ്വാസം. എന്നാൽ 1998 ജ്യോത്സ്യന്മാർ ഇവിടെ ശിവക്ഷേത്രമുണ്ടായിരുന്നതായി കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഭക്തരുടെ അളവറ്റ സഹായത്തോടെയാണ് ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടത്താനായത്. നാളെ വലിയ ബലിക്കല്ലിന്റെ പ്രതിഷ്ഠയും ഭക്തിസാന്ദ്രമായ ചടങ്ങിൽ നടക്കും. ഈ ക്ഷേത്രം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഈ രീതിയിൽ ഇന്ന് 8ാമത്തെ പ്രതിഷ്ഠാദിനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇന്ന് ഈ രീതിയിലായി തീർന്നതിൻ്റെ ഒരു വലിയ ഒരു ആഗ്രഹ സാഫല്യമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇതിനകത്ത് പിന്നെ മഹാദേവൻ ഗണപതിയും ആണുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ശിവരാത്രി, അതുപോലെ തന്നെ പ്രതിഷ്ഠാദിനം, അതുപോലെ തന്നെ ഈ ഏറ്റവും വലിയ ഇവിടുത്തെ വഴിപാടെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറയുന്നത് കർക്കിടക വാവ് ബലി, അതുപോലെ തന്നെ കുംഭവാവ് ബലി ഇപ്പോൾ ഈയിടെ നടന്നു. ഗോപിനാഥ് വലിയ വീട്ടിൽ പ്രസിഡന്റും ജിതേഷ് പ്ലാശ്ശേരി സെക്രട്ടറിയുമായ 15-അംഗ ഭരണസമിതിയാണ് നിലവിൽ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നടത്തിവരുന്നത്. 16-അംഗ മാതൃസമിതിയുമുണ്ട്. സ്വകാര്യ സ്ഥലമുടമ സൗജന്യമായി നൽകിയ 18 സെന്റ് സ്ഥലത്താണ് ശിവക്ഷേത്രമുള്ളത്. ശിവന്റെയും പാർവതിയുടെയും ഗണപതിയുടെയും സാന്നിധ്യമുണ്ടായിരുന്ന സ്ഥലമാണ് ഇവിടമെന്നാണ് വിശ്വാസം. കുറഞ്ഞത് 3000 വർഷങ്ങൾക്ക് മുൻപ് ശിവക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നതായി ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ പറയുന്നു. കല്ല് കമ്മിറ്റി ഏറ്റെടുത്തപ്പോൾ 2021 തൊട്ട് ഞാൻ എൻ്റെ പ്രസിഡൻ്റാണ്, ജിതേഷ് സെക്രട്ടറിയാണ്. അതിനുശേഷം ഇതിന് ആകെ കൊറോണ കാലത്ത് ഇതിൻ്റെ മുമ്പേ ഇതിൻ്റെ ഭിത്തികളൊക്കെ ഇങ്ങനെ പഴുതി ഇട്ട് കുറേ പൊളിഞ്ഞാടാനൊക്കെ അവസ്ഥയിൽ പിന്നെ ഞങ്ങൾ കമ്മിറ്റി ഏറ്റെടുത്ത് നാട്ടുകാരെടുത്തുള്ള സഹായം കൊണ്ട് ഈ രൂപത്തിലെത്തിപ്പോൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. രാവിലെ 5-ന് നട തുറക്കൽ, ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഉഷപൂജ, 1000 കുടം അഭിഷേകം, പഞ്ചഗവ്യം എന്നീ ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ശങ്കൊലി വാദ്യവൃന്ദം കുന്നത്തുചാൽ അവതരിപ്പിച്ച പഞ്ചാരിമേളം ഉത്സവത്തിന് മാറ്റുകൂട്ടി.
ഇന്ന് വൈകുന്നേരം ദീപാരാധനയ്ക്കും പൂജകൾക്കും ശേഷം ഡബിൾ തായമ്പക അരങ്ങേറും. തുടർന്ന് സാംസ്കാരിക സമ്മേളനം, തിരുവാതിരക്കളി, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറും. നാളെ രാവിലെ 9 മുതൽ 10 മണി വരെയാണ് വലിയ ബലിക്കല് പ്രതിഷ്ഠ നടക്കുക. എപ്ലസ് വിഷൻ, ചാലിയാർ. നിങ്ങളുടെ കുട്ടിക്ക് ഹിന്ദി അറിയില്ലേ, മാത്സ് അറിയില്ലേ, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ് ഇതും പക്ഷത്തിലാണോ? എങ്കിൽ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ വരുന്ന ഏപ്രിൽ 7 മുതൽ എപ്ലസ് അക്കാഡമിയിലെ 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വെക്കേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റും അത് തുടക്കം മുതൽ കൊടുക്കും. അതായത് എല്ലാ സബ്ജക്റ്റിനും ബേസ് കിട്ടി പഠിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഫുൾ എ പ്ലസിലേക്ക് എത്താൻ ഈ ക്ലാസ്സിന് സഹായകരമാകും. അപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. വളരെ പരിമിതമായ സീറ്റുകൾ മാത്രമാണുള്ളത്. അപ്പോൾ മറക്കണ്ട, ഏപ്രിൽ 7 ക്ലാസ്സുകൾ ആരംഭിക്കുക. ഉടനെ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഫുൾ എ പ്ലസ് ആണോ? എങ്കിൽ ഞങ്ങളുണ്ട് കൂടെ.